പഴയങ്ങാടി ബസ് സ്റ്റാൻഡിൽ രുചിക്കൂട്ടുകളുടെ കഥ പറയാൻ ബേക്ക് സ്റ്റോറി പ്രവർത്തനം ആരംഭിച്ചു. പഴയങ്ങാടി പെട്രോൾ പമ്പിന് സമീപം പുതുതായി പ്രവർത്തനം ആരംഭിച്ച ബേക്ക് സ്റ്റോറിയുടെ ഉദ്ഘാടനം എം വിജിൻ MLA നിർവഹിച്ചു. ആധുനിക സജ്ജീകരണത്തോടെയും വിശാലമായ സൗകര്യത്തോടെയും രുചിക്കൂട്ടുകളുടെ കഥ പറയാനായി പഴയങ്ങാടിയിൽ ആരംഭിച്ച ബേക്ക് സ്റ്റോറിയുടെ ഉദ്ഘാടന ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ ബേക്ക് സ്റ്റോറി സന്ദർശിച്ചു. പഴയങ്ങാടിയിൽ രുചിക്കൂട്ടിൻ്റെ കേന്ദ്രമായി മാറുമെന്ന് MP ആശംസിക്കുകയും ചെയ്തു. ഇത് വാങ്ങിക്കൊണ്ടുപോയി അതിൻ്റെ രുചി ആസ്വദിച്ച് അനുഭവിച്ചറിഞ്ഞിട്ടാണല്ലോ ആളുകൾ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായി ഇതിന് ഒരു മേൽവിലാസമുള്ള ഷോപ്പാണ് ബേക്ക് സ്റ്റോറി. അവരുടെ ഉൽപ്പന്നങ്ങൾ ഓരോന്നും ജനങ്ങൾ സ്വാദിഷ്ടമായി ആസ്വദിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇവിടെ വന്നപ്പോൾ എനിക്കും തോന്നി സ്വാദിഷ്ടമാണ്. അതുകൊണ്ട് ഈ ബേക്കറിക്ക് എല്ലാവിധ ഉയർച്ചകളും ഭാവങ്ങളും നേരുന്നു. ഇത് ഈ നാട്ടുകാർക്ക് രുചികരമായ ബേക്കറി ഐറ്റംസ് ആസ്വദിക്കാനുള്ള ഒരു കടയായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. മാടായി പഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായിക്കാരൻ, പഴയങ്ങാടി SI K സുഹൈൽ, പ്രിൻസിപ്പൽ SI മൻസൂർ, പഞ്ചായത്ത് അംഗം ജസീർ, നസീർ B മാട്ടൂൽ, അജിത്ത് മാട്ടൂൽ, സയ്യിദ് മുസ്തഫ ഖത്തീബ്, കായൽ തീരം ഗ്രൂപ്പ് ഗ്ലോബൽ ഡയറക്ടർ അബ്ദുൾ മജീദ് AV തുടങ്ങിയവർ സംബന്ധിച്ചു. വിവിധ രുചിയോടുകൂടിയുള്ള വ്യത്യസ്ത ഇനം കേക്കുകൾ, സ്നാക്സ്, ബേക്കറി ഉൽപ്പന്നങ്ങൾ എന്നിവ വിശാലമായി ഒരുക്കിയിരിക്കുകയാണിവിടെ. പഴയങ്ങാടിയിൽ ഇന്ന് മുതൽ ബേക്ക് സ്റ്റോറി പ്രവർത്തനം ആരംഭിക്കുകയാണ്. പഴയങ്ങാടിയുടെ വ്യാപാര രംഗത്ത്, പ്രത്യേകിച്ച് ബേക്കറി വ്യാപാര രംഗത്ത് പുത്തൻ ചരിത്രം സൃഷ്ടിക്കുന്നതിന് ബേക്ക് സ്റ്റോറിക്ക് സാധിക്കട്ടെ. ഏതൊരു സംരംഭത്തിന്റെയും വിജയം ജനങ്ങളുടെ പിന്തുണയാണ്. തീർച്ചയായും ആ പിന്തുണ ബേക്ക് സ്റ്റോറിക്കും ലഭ്യമാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും പിന്തുണയും ഈ സ്ഥാപനത്തിന് നൽകി ഈ സ്ഥാപനത്തെയും ഒരു വലിയ സംരംഭമാക്കി എടുക്കണമെന്ന് സ്നേഹത്തോട് അഭ്യർത്ഥിക്കുന്നു. ഈ സംരംഭത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി. വടക്കൻ വാർത്തകൾക്ക് വേണ്ടി പഴയങ്ങാടിയിൽ നിന്നും T ബാബു, പഴയങ്ങാടി. വടക്കൻ വാർത്തകളിലേക്ക് നിങ്ങൾക്കും വാർത്തകൾ അയക്കാം. നിങ്ങളുടെ മൊബൈൽ ക്യാമറ നിശ്ചലമായി പിടിച്ച് 5-6 സെക്കൻഡുകൾ ദൈർഘ്യമുള്ള വിവിധ ദൃശ്യങ്ങളെടുത്ത് വാർത്തയുടെ വിശദ വിവരങ്ങൾ സഹിതം താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴി അയയ്ക്കുക. ചരമ വാർത്തകൾ ഫോട്ടോ സഹിതം അയയ്ക്കുക.